ഹേ ഗൈസ്, പുഷ്പ 2 വമ്പിച്ച ഹൈപ്പോട് കൂടി ഇറങ്ങിയൊരു പടം. ഹൈപ്പിനെ പോലെ തന്നെ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുഷ്പ 2 കാണാൻ. കാരണം അതിൽ അഭിനയിച്ചത് അല്ലു അർജുനാണ്. അല്ലു അർജുന്റെ പടം നമുക്കറിയാം, ഫൈറ്റ് കാണും, മാസ് കാണും, ഡാൻസ് കാണും, അങ്ങനെ ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു പടമായിരിക്കും അല്ലു അർജുന്റെ. നമ്മൾ വിചാരിക്കുന്ന സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പാട്ടും മാസും ഇടിയും ഒക്കെ ആയിരിക്കും. അപ്പൊ അത് പ്രതീക്ഷയാണ് ഞാൻ പുഷ്പ 2 പോയത്. എന്നാൽ എന്റെ പ്രതീക്ഷ പോലെ തന്നെ നടന്നു. അതിനകത്ത് മാസുണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാവരും നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട്. എല്ലാവരും ഇത് എന്റെ ഒപ്പീനിയൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എനിക്ക് പടം കണ്ടിട്ട് അത്ര കിടിലം അടിപൊളി എന്നൊന്നും പറയാൻ കൊള്ളത്തില്ല, എന്നാലും കൊള്ളാം, കണ്ടിരിക്കുക. മേക്കിംഗ് ആണെങ്കിലും CG വർക്ക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അല്ലു അർജുന്റെ പടമാകുമ്പോൾ നമുക്ക് പിന്നെ അറിയാമല്ലോ, നമ്മളിങ്ങനെ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക. അതായത് അല്ലു അർജുൻ അവരെന്തെങ്കിലും സംസാരിച്ചോണ്ട് എന്തെങ്കിലും റൊമാൻറ്റിക് സീനാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്, അടുത്ത മിനിറ്റിൽ പാട്ടായിരിക്കും. എന്തെങ്കിലും ആഘോഷത്തിന്റെ കാര്യം സംസാരിച്ചാൽ അടുത്ത മിനിറ്റിൽ ആഘോഷത്തിന്റെ പാട്ടായിരിക്കും. അത് നമ്മൾ അല്ലു അർജുന്റെ പടത്തിലെല്ലാം നമ്മൾ കാണാറുള്ളതാണ്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കത് വർക്കായി. പിന്നെ ഫഹദ് ഫാസിൽ പുള്ളിക്കാരൻ നമ്മുടെ പുഷ്പ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡ് പാർട്ടിൽ എല്ലാവരും പറഞ്ഞു ഭയങ്കര കോമാളിയാക്കി, ഭയങ്കര ഇതാക്കി എന്നൊക്കെ. ശരിയാണ്, ഫസ്റ്റ് പാർട്ടിൽ ആ മാസും ആ ഒരു പുള്ളിക്കാരന്റെ ആ ഒരു ഇതൊന്നും സെക്കൻഡ് പാർട്ടിൽ വന്നില്ല. ഊക്ക് വാങ്ങുന്നു പോന്നു, വീണ്ടും ഊക്ക് വാങ്ങുന്നു പോന്നു, റിപ്പീറ്റ് അതുപോലെ. പക്ഷേ പുള്ളിക്കാരൻ ചെയ്ത ആ കോമഡി റോളാണെങ്കിലും ഇതിനകത്ത് ആ ഒരു ക്യാരക്ടർ അവർ കൊടുക്കുന്നതാണല്ലോ, അല്ല പുള്ളി തീരുമാനിക്കുന്നതല്ലോ, അവർ കൊടുക്കുന്ന ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് ഫാഫ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ കോമഡിയും, എല്ലാ ആക്ഷനും, എല്ലാ എക്സ്പ്രഷനും വർക്കൗട്ടായി. ഒന്നും എനിക്ക് വളിപ്പായിട്ട് ഫീൽ ചെയ്തില്ല. പുള്ളിക്കാരൻ ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് കോമാളിത്തരമായി പോയെന്നുള്ളത്. അതായത് ആ സിനിമ അപേക്ഷിച്ച് ആ ഒരു വില്ലൻ ക്യാരക്ടറിനെ വെറും കോമാളിയാക്കി മാറ്റി. അല്ലാതെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് കഥയുടെ ഗതി തന്നെ മാറുന്നത്. നമ്മുടെ അല്ലു അർജുൻ നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ഓവർ വിഷമം, പിന്നെ പെങ്ങൾ പാസം, അങ്ങനെ ഒരുപാട് ഭയങ്കര ഓവർ ആക്കിയിട്ടുള്ള ഒരു അഭിനയം. ആ രാഷ്മിക മന്ദാനെ പറ്റി പറയണ്ടേ, എനിക്ക് അതിനകത്ത് ഇമോഷണലാണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന സീനൊക്കെ നമുക്ക് കോമഡിയായി. അല്ലു അർജുനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്, എന്റെ പൊന്നോ. എനിക്ക് തോന്നുന്നു വിജയ് നമ്മുടെ പ്രസ് മീറ്റ് ഒക്കെ നടത്തുമല്ലേ ഓരോരോ സിനിമയിൽ, അതുപോലെ വിജയ് ഒറ്റയടിക്ക് ഒറ്റ ടേക്കിൽ ഒറ്റ ഇതിലിങ്ങനെ പറഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് സംസാരിച്ച പോലെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഡയലോഗ് പറയാം, അതുപോലെ പറയാൻ നോക്കിയത് ഒരു ആൾക്കൂട്ടത്തിൽ. വളിപ്പെന്ന് പറഞ്ഞ് എങ്ങനെങ്കിലും ആ സീനൊന്ന് മാറിക്കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. രാഷ്മിക വരുമ്പോൾ മൊത്തം ക്രിഞ്ച് ഫീലും, എഴുന്നേറ്റ് പോയാലോ എന്ന് തന്നെ തോന്നും. പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു സീരിയൽ മഴയാണ്. നമ്മളെ ചന്ദനക്കടത്ത് പ്രതീക്ഷിച്ച് പോയി ചന്ദനമഴ സീരിയൽ കണ്ട ഒരു അവസ്ഥയാണ്. ഏതൊരു കമന്റ് ബോക്സ് ഞാൻ കണ്ടത്. മൊത്തവും വലിച്ചു നീട്ടിയ ഒരു കുറെ ട്യൂൺ, അതായത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു വിഷമിക്കുന്ന ട്യൂൺ വരുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഈ ട്യൂൺ എന്തിനാ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയും ഇല്ല. ഉമ്മ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വിഷമിക്കുന്ന ട്യൂൺ എന്തുവാടേ. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ ഒന്നുകൂടെ കാണാൻ റെഡിയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് വൺ ടൈം വാച്ചബിൾ പോലും ഇല്ല. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും ചേരുന്നതാണല്ലോ ഒരു സിനിമ. ഒരു 3/5. പടം കൊള്ളത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പടം അടിപൊളിയും അല്ല. അല്ലു അർജുനെ ഇഷ്ടപ്പെടുന്ന, പുള്ളിയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന, പുള്ളിയുടെ സ്വാഗ് ഇഷ്ടപ്പെടുന്ന, പുള്ളിയുടെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന, പുള്ളിയുടെ മാസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പടം പോയി കാണാം. അല്ലാതെ കൊള്ളത്തില്ല എന്നും പറഞ്ഞ് പടം ഫ്ലോപ്പാക്കാനൊന്നും വേണ്ട. കൊള്ളാം. എൻ്റെ ഒപ്പീനിയൻ ആണ്, എൻ്റെ മാത്രം ഒപ്പീനിയൻ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതെൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ ആണ്, അതിൻ്റെതായ പോരായ്മകളാണ്, ദയവ് ഇത് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.